Hello, കുറേ കാലമായില്ലേ? I know that. And this video is specially dedicated for those who asked me എവിടെയെങ്കിലും തുടങ്ങിയ യൂട്യൂബ് ചാനൽ. നമ്മൾ തുടങ്ങിയ ചാനൽ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇച്ചിരി തിരക്കായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലാണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല. ഞാൻ ഇവിടെ ഈവനിങ് ഇറങ്ങിയ സമയത്ത് ഐ വാസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഷൂട്ട് ചെയ്തതൊക്കെ കുഴപ്പമില്ല, വീഡിയോ ആക്കിയേക്കാമെന്ന്. ഇത് ഞാൻ അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, അവിടെ പോയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയായിരുന്നു. ദെൻ നല്ല വ്യൂ സൺസെറ്റായി തുടങ്ങി. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവിടെ ഒരു പഴയ വീടുണ്ട്, അതിനകത്താണ് ക്യാമ്പസിലെ ക്യാറ്റ്സിനൊക്കെ വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് 20 ക്യാറ്റ്സ് എങ്ങാനും ഉണ്ട്. അവിടെ പോവാണ് ഞാൻ. ഇതാണ് ഇവിടുത്തെ പോവായി ലേക്ക് ക്യാമ്പസിനകത്താണ്, പക്ഷെ ഇത് ഒരു എൻഡാണ്, മറ്റേ എൻഡ് പുറത്തേക്കായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേക്കാണ് എന്നാണ് വായിച്ചിട്ടുള്ളത്. അറിയുന്നു ഇതിനകത്ത് മുതലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഏരിയയിൽ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രി വൈകിട്ട് 6 to morning 6 വരെ ഇവിടെ എൻട്രി ഇല്ല. അവിടെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഞാനാകെ കണ്ടിട്ടുള്ള വൈൽഡ് ആനിമൽ ഈ ഭാഗത്തൊരു കുരങ്ങനെ 1-2 മറ്റേ സിംഹവാല കുരങ്ങനെ കണ്ടിട്ടുണ്ട്. അതന്നെ തോന്നുന്നു, താടി വൈറ്റ് കളറായിട്ടുള്ള. ദെൻ ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ അതിനകത്ത് നിൽക്കുന്നത്. ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സീ പൂക്കളും പുഴകളും നമ്മുടെ അവിടുത്തെ പോലത്തെ യെല്ലോ കളർ എന്തായാലും പറയുക, കണിക്കൊന്ന കണിക്കൊന്ന അങ്ങനെയാണോ എന്ന്. പക്ഷേ ഇവിടെ പറഞ്ഞ വീടുകളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ കൊച്ചാണ്, ചെറിയ കുട്ടിയാണ്. ഇവിടെ ഒത്തിരി കുട്ടികൾ ഫാമിലിയൊക്കെ ഉണ്ട്. പക്ഷെ നല്ലതാണ്, നല്ല അറ്റ്മോസ്ഫിയർ അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ. സോ നമ്മൾ വീണ്ടും നടന്ന് പോകും. നമ്മൾ ആ ലേക്കിൻ്റെ ഒരു എൻഡിലോട്ടൊരു സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പുറത്ത് ലേക്കാണ്, ഇതിന് ബാക്കിലും ആ ലേക്കാണ്. ഈ വീട് പൊളിച്ച് കളയാനായി ഇതിനകത്താണ് നമ്മൾ ക്യാറ്റ്സൊക്കെ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ക്യാറ്റ്സ് ഈ വീട് പൊളിച്ച് കളയുന്ന സമയത്ത് ഇവരെയൊക്കെ അഡോപ്ഷന് കൊടുക്കാൻ നിൽക്കുവാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാറ്റ്സാണ്. ഈ റൂമിനകത്ത് തന്നെ ഓൾമോസ്റ്റ് 9 ക്യാറ്റ്സ് ഉണ്ട്. ഇവരെന്തിനാണ് റൂമിലിട്ട് വെച്ചേക്കുന്നത് വെച്ചാൽ ഡോഗ്സ് ഇല്ലേ, അപ്പോൾ ഡോഗ്സ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് റൂമിനകത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് അവർക്ക് ഫുഡും പ്ലേ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല റൂമിനകത്ത് മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ അങ്ങനത്തെ ക്യാറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഇനി പുറത്തേക്ക് വിടാനും പറ്റില്ല. ഈ ബിൽഡിങ് കളയുന്ന സമയത്ത് അവർ അഡോപ്റ്റിന് കൊടുക്കുകയും ചെയ്യണം. ഇതിനകത്ത് 9 ക്യാറ്റ്സ് ആണ് കണ്ട. അവിടെ കുഞ്ഞു കിറ്റൻസൊക്കെ 4 കിറ്റൻസ് ഉണ്ട്, 1 month അവനായി. ഇവനാണ് സുനീൽ. അവൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ക്യാറ്റ്സാണ്. നമ്മളങ്ങനെ പേടിയില്ല. ഇനി വേറെ 2 റൂമിലും ക്യാറ്റ്സ് ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പോയില്ല. കാരണം ഈ റൂമിനകത്ത് ഞാൻ കയറി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ് പോയത്. അപ്പോൾ ഇത്രയും ക്യാറ്റ്സ് ഉണ്ടായതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവനാണ് സുനീൽ. അപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവൻ മടിയിലൊക്കെ വന്നിരിക്കും. ഞാൻ ആ റൂമിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങി. അപ്പോൾ ഇവർ ഓരോന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇതാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇവരെല്ലാം കയറി കഴിഞ്ഞതുകൊണ്ട് ഉള്ളിലേക്കാക്കാൻ വേണ്ടിയിട്ട്. ഇവനാ ലാസ്റ്റ് ഞാൻ ഉള്ളിലേക്കിട്ട്. കുഞ്ഞു കുട്ടികൾ ഉള്ളിൽ കയറാൻ ഭയങ്കര പാടാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോവുകയാണ് കൈസ്. അപ്പോൾ തന്നെ സണ്ണൊക്കെ സെറ്റായിട്ടുണ്ട്. ഹോസ്റ്റലിന് അവിടെ എത്താനായി. കണ്ടോ, ഇതെന്താ അറിയോ, ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിവിടെ എന്തോ സ്പോർട്സ് മീറ്റോ എന്തോ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തത്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് ഇവിടുത്തെ ഗ്രൗണ്ട് വരുന്നത്. ഈവനിങ് ഒക്കെ ഇവിടെ എങ്ങനെയാണ്. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.